നിങ്ങൾ ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതുവരെയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് നിങ്ങൾ എനേബിൾ ചെയ്തു വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയ ശേഷം നിങ്ങൾ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ നെയിം മീ പോക്കറ്റ് സേവ് യുവർ പോക്കറ്റ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്മുടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ്റെ ലോഗോയും അതേപോലെ തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള നമ്മുടെ ഒരു നാഷണൽ ഫ്ലാഗിൻ്റെ ചിഹ്നവും നമുക്ക് താഴെയായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും, സൈനപ്പ് ആൻഡ് ലോഗിൻ. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ആൻഡ് ലോഗിൻ എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈനപ്പ് ആൻഡ് ലോഗിൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിൽ വരും, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ്. അപ്പം നിങ്ങൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാ ജിമെയിലും കാണിക്കുക. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടും ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഗൂഗിൾ ID വെച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലായിരിക്കും എത്തുന്നത്. അതായത് നിങ്ങൾക്ക് ഇതിൽ സ്പിൻ ചെയ്ത് മണി ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റ് അനവധി റിവാർഡുകൾ വഴി നിങ്ങൾക്ക് ഇതിൽ നിന്നും മണി ഏൺ ചെയ്യാം. അതേപോലെ സ്ക്രാച്ച് കാർഡ് ഉണ്ട്, ഡെയിലി ബോൺസ് ഉണ്ട്, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ സർവേകളുണ്ട്. ഇതുവഴിയെല്ലാം നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഡെയിലി ബോൺസ് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് വെച്ചാൽ അതിന് ഡെയിലി ബോൺസ് എന്നുള്ളിടത്ത് ബാനർ എത്തുമ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ക്ലെയിം യുവർ ഡെയിലി ബോൺസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡെയിലി ബോൺസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അതായത് നിങ്ങൾക്ക് ഇവർ പറയുന്ന രീതിയിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ തരും. ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴിയായിരിക്കും നിങ്ങൾക്ക് ആ ഡെയിലി ബോൺസ് കിട്ടുന്നത്. അതായത് നിങ്ങൾ ഇവരിവിടെ 3 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഈ ഒരു 3 സ്റ്റെപ്പും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ഡെയിലി ബോൺസ് ക്ലെയിം ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130 കോയിൻ സക്സസ്ഫുള്ളായിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡെയിലി ബോൺസ് നിങ്ങൾക്ക് അതുവഴി എങ്ങനെ ക്ലെയിം ചെയ്യാം. അപ്പം ഡെയിലി നിങ്ങൾക്ക് ഇതേപോലെ ഡെയിലി ബോൺസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്പിൻ റിവാർഡ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ പറ്റും. അതായത് ഓരോ സ്പിന്നിലും നിങ്ങൾക്ക് പേടിഎം ക്യാഷ് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ സ്പിൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്യാൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഡിവൈസിലെ ഫയൽ മാനേജറിൻ്റെ പെർമിഷൻ അവർ ചെയ്യും. അപ്പം നിങ്ങളിവിടെ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ തെറ്റുകൂടാതെ തന്നെ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പേടിഎം നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സ്പിൻ ദ വീൽ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും സ്പിൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് പോയിൻറ്റുകളോ കോയിനുകളോ അല്ല ഇവിടെ ലഭിക്കുന്നത്, റിയൽ ക്യാഷ് തന്നെയാണ് ലഭിക്കുന്നത്. ഈ റിയൽ ക്യാഷ് നിങ്ങൾക്ക് എത്രയാണോ അത് 1 മുതൽ 100 രൂപയുണ്ട്. അത് എത്ര രൂപയാണ് വരുന്നത് അപ്പോൾ തന്നെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് പേടിഎം അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. അത് നിങ്ങൾക്ക് 1 മുതൽ 100 രൂപ, ഏറ്റവും കൂടുതലും 1 രൂപ തന്നെയാണ് വീഴുന്നത്. എങ്കിലും പ്രതീക്ഷയ്ക്ക് വാകയുണ്ട് 100 രൂപ വീഴുന്നവരുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ 1 രൂപയായാലും 100 രൂപയിൽ എത്രയാണോ നിങ്ങൾക്ക് സ്പിൻ ചെയ്തിരുന്നത് അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ ഇവർ ഈ ഒരു 3 സ്റ്റെപ്പ് പറയുന്നത്. ഈ ഒരു 3 സ്റ്റെപ്പ് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതായത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ആപ്പ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു 5 മുതൽ 7 സെക്കൻഡ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവും. പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആയ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തുക നിങ്ങളുടെ പേടിഎമ്മിൻ്റെ വാലറ്റിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറും. അതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ സ്പിൻ ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു 7 മുതൽ 5 സെക്കൻഡ് വരെ, അതായത് മാക്സിമം ആണ് 7 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം കയറി പോയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമുക്കൊരു ആഡ്സ് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ആർട്സ് ലഭിച്ചു. അതിനുശേഷം നിങ്ങൾ ആ ആർട്സിലൊന്ന് ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ആയിട്ട് പോകും, പ്ലേ സ്റ്റോറിലേക്ക് തന്നെ പോകും. ആ ഒരു ആർട്സിൽ കണ്ട ആ ഒരു ആപ്പാണ് നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയ ശേഷം ഓപ്പൺ ആയി ചെയ്ത് കഴിഞ്ഞാൽ മതി. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 3 സെക്കൻഡ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാക്ക് ഇറങ്ങി നമ്മുടെ പഴയ ആപ്ലിക്കേഷനിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു തുക നമ്മുടെ പേടിഎം വാലറ്റിലേക്ക് ആഡ് ആവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം പേടിഎം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി.
ഇൻസ്റ്റാൾ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്കായിരിക്കും വരുന്നത്. രണ്ടാമതായിട്ട് സ്പിന്നിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് റിവാർഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് ഇൻസ്റ്റാൻറ്റ് ക്യാഷ്. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവർ നടത്തുന്ന ഗിവവേകളിൽ പങ്കെടുക്കാൻ കഴിയും. ആ ഒരു ഗിവവേകളിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിഎം ക്യാഷ് ഫ്രീ ആയിട്ട് ലഭിക്കും ഭാഗ്യമുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ ഈ യുവർ പേടിഎം നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ ക്ലെയിം യുവർ റിവാർഡ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രമാത്രം കൊടുത്താൽ മതി നിങ്ങൾ ഈ ഗിവവേയിൽ പങ്കെടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഗിവവേയിൽ പങ്കെടുത്ത് നോക്കുക. അത് കഴിഞ്ഞ് അടുത്തതായിട്ടുള്ള സ്ക്രാച്ച് കാർഡാണ്. അപ്പോൾ ഈ സ്ക്രാച്ച് കാർഡ് ആയാലും സ്പിൻ ആയാലും എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നും ലിമിറ്റില്ല, അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യാൻ സ്പിൻ ചെയ്യാം. അപ്പോൾ ഡെയിലി ബോൺസ് പോലെ തന്നെ എല്ലാം ചെയ്യുന്നവരും നിങ്ങൾക്ക് ഒരു ടാസ്ക് പോലെ തന്നെ ഇതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഏൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ടാസ്ക് ഇതിൽ ചെയ്താലും ഏതൊരു ഓഫർ നോക്കിയാലും അതിൻ്റെ ലാസ്റ്റായിട്ട് വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ സ്ക്രാച്ച് കാർഡ് നോക്കാം. സ്ക്രാച്ച് കാർഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് റിയൽ ക്യാഷ് അല്ല കിട്ടുന്ന കോയിനായിട്ടാണ്. ആ കോയിനായിരിക്കും പിന്നെ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ സ്ക്രാച്ച് കാർഡ് ലഭിച്ചിട്ട് നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2 കോയിനാണ് കിട്ടിയിട്ടുള്ളത്. 2 കോയിൻ കിട്ടിയ ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിട്ട് കാണാം. സ്ക്രാച്ച് കാർഡിൻ്റെ ഓഫറിൽ മാത്രം നിങ്ങൾ യാതൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നത്. ജസ്റ്റ് നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ കോയിൻ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് ആളും. അപ്പം സ്ക്രാച്ച് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ ക്യാഷ് അല്ല കിട്ടുന്നത്, കോയിനാണ് ചെയ്യുന്നത്. ആ കോയിൻ പിന്നെ നിങ്ങൾക്ക് പേടിഎം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആ സ്പിൻ പോലെ തന്നെ അൺലിമിറ്റഡ് ആയിട്ട് സ്ക്രാച്ച് കാർഡും ചെയ്യാം. അപ്പോൾ സ്പിൻ ചെയ്യുമ്പോൾ എന്തോ ഒരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിയൽ മണി ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഓരോ ഇതിനും നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രാച്ച് കാർഡ് ആണെങ്കിൽ അത് ചെയ്യേണ്ടത് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ടും ടാസ്ക് ഓഫർ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് സർവേ ഓഫർ ഉണ്ട്. സർവേ ഓഫർ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. സർവേ റിവാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങളുടെ പിൻ കോഡ്, സ്ഥലം, ഡിസ്ട്രിക്റ്റ്, കൺട്രി അതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ആ സർവേ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. സർവേ അറ്റൻഡ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോയിൻ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ടാസ്ക് ഓഫർ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ 200, 500, 1000 കോയിനുകൾ ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഏതുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴി ഇവരിവിടെ കോയിന് എത്ര കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് 100, 200, 300, 500 എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വഴിക്ക് എത്ര കോയിനാണോ അവർ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു കോയിൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വാലറ്റിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്പിൻ ചെയ്യുന്നതും ഡെയിലി ബോൺസ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ പേടിഎം വാലറ്റിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കും അതേപോലെ തന്നെ പേടിഎം വാലറ്റിലേക്കും വരത്തില്ല. അതിന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉള്ളിടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 4-മതായിട്ട് സേവ് എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ ആ സേവ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സേവ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇത് വിഡ്രോ ചെയ്യാം. എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 45 കോയിനാണ് ബാലൻസ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ റെഡീം കോയിൻ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റെഡീം കോയിൻ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേടിഎം അക്കൗണ്ടിലേക്ക് വരും. അത് നിങ്ങൾക്ക് 3 രൂപ ഇൻസ്റ്റാൻ്റ് ആയിട്ട് റെഡീം ചെയ്യണമെങ്കിൽ 500 കോയിൻ വേണമെന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ നിങ്ങൾക്ക് 10 രൂപ നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലേക്ക് റെഡീം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 1100 കോയിൻ വേണമെന്നും ഇവർ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് 100 രൂപ, 200 രൂപ ആയിട്ടെല്ലാം വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോയിനായിട്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ നല്ലൊരു കോയിൻ തന്നെ വേണം. അത് നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് തന്നെ നേടാവുന്നേ ഉള്ളൂ. 500 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 രൂപയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. അതായത് മിനിമം വിഡ്രോ വരുന്നത് 3 രൂപ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡായിട്ടും അതായത് ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ട് നിങ്ങൾക്ക് ഇത് റെഡീം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് 50 രൂപ, അതായത് 50 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡിന് നിങ്ങൾക്ക് 5000 കോയിൻ ഉണ്ടെങ്കിൽ 50 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡായിട്ടും നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ പറ്റും. അതേപോലെ ആമസോൺ ഗിഫ്റ്റ് കാർഡിൻ്റെ 2 ഇത് വരുന്നുള്ളൂ, അതായത് 50-ൻ്റെയും 100-ൻ്റെയും ഗിഫ്റ്റ് കാർഡുകൾ. അപ്പോൾ പേടിഎമ്മിലേക്കാണെങ്കിൽ 3 രൂപ തൊട്ട് നിങ്ങൾക്ക് 200 രൂപ വരെ വിഡ്രോ ചെയ്യാൻ പറ്റുന്ന കാർഡുകളും ഉണ്ട്. അപ്പം ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം.